Third chapter, motion in a straight line, part 1. First, എന്താണ് motion നോക്കാം. It is change in position of an object with time. ഒരു വസ്തുവിന്റെ പൊസിഷന് സമയത്തിനനുസരിച്ച് മാറ്റം വരികയാണെങ്കിൽ നമ്മൾ മോഷനിലാണെന്ന് പറയുന്നത്, ചലനാവസ്ഥയിലാണെന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നിശ്ചലാവസ്ഥ? If position of an object does not changes with time. സമയത്തിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നില്ലെങ്കിൽ നമ്മൾ റെസ്റ്റിലാണെന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് വെക്ടർ ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അളവ്, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ. അളവും ദിശയും ഉള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റി. അതിന് എക്സാമ്പിൾ ആണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് മുതലായവ. ഇനി സ്കാലർ ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അളവ് മാത്രമേ ഉള്ളൂ. അത്തരം ക്വാണ്ടിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കാലർ ക്വാണ്ടിറ്റി. എക്സാമ്പിൾ ആണ് ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, വർക്ക്, ഇലക്ട്രിക് കറണ്ട് മുതലായവ. ഇനി എന്താണ് കൈനമാറ്റിക്സ്? It is the study of motion without going into the cause of motion. ഒരു വസ്തു എന്തുകൊണ്ട് ചലിക്കുന്നു എന്ന് പറയാതെ ചലനത്തെക്കുറിച്ച് പഠിക്കാം. അതിനെയാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ വിത്ത് കോസ്. ഒരു വസ്തു എന്തുകൊണ്ട് ചലിക്കുന്നു, എന്താണ് ചലിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. What is one-dimensional motion? Motion of an object along a straight line is known as rectilinear motion or one-dimensional motion. സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വൺ ഡയമെൻഷണൽ മോഷൻ ഓർ റെക്റ്റിലിനിയർ മോഷൻ. ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഇൻ എ പ്ലെയിൻ, ഒരു തലത്തിൽ. ഉദാഹരണത്തിന് ഒരു ക്യാരം ബോർഡിൽ നമ്മൾ ക്യാരംസ് കളിക്കുന്ന സമയത്ത് ആ ക്യാരം ബോർഡിന്റെ കോയിന്റെ മൂവ്മെന്റ് ടു ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. ഒരു വാട്ടറിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ബോട്ട് സെയിൽ ചെയ്യുന്നു, ബോട്ട് മൂവ് ചെയ്യുന്നു, അതൊരു തലത്തിലാണ് മൂവ് ചെയ്യുന്നത്, അത് ടു ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. ഇനി ത്രീ ഡയമെൻഷണൽ മോഷൻ, മോഷൻ ഇൻ സ്പേസ്. സ്പേസിൽ ഒരു പക്ഷി പറക്കുകയാണ്, അത് എന്തിന് എക്സാമ്പിൾ ആണ്? ത്രീ ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കാം. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ് ഈസ് കോൾഡ് ഒറിജിൻ. എക്സ് ആക്സിസ്, വൈ, നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുന്ന സമയത്ത് എക്സ്, വൈ, സെഡ് ആക്സിസ് വരയ്ക്കാറുണ്ട്. അതിന്റെ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, മൂന്ന് ആക്സിസും കൂടി ചേർന്ന ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. ആൻഡ് സെർവ്സ് ആസ് ദ റെഫറൻസ് പോയിന്റ്. ഈ ഒറിജിൻ ആണ് എന്തായിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നത്? റെഫറൻസ് പോയിന്റ് ആയിട്ട്. ദിസ് കോർഡിനേറ്റ് സിസ്റ്റം അലോങ് വിത്ത് ക്ലോക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഈ എക്സ്, വൈ, സെഡ് ആക്സിസ് ഉള്ള കോർഡിനേറ്റ് സിസ്റ്റവും ടൈമും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഫോർ ഡിസ്ക്രൈബിംഗ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ വി നീഡ് ഓൺലി വൺ ആക്സിസ്. അപ്പോൾ വൺ ഡയമെൻഷൻ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഒരു ആക്സിസ് ആണ് ആവശ്യം. ടു ഡയമെൻഷണൽ മോഷന് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് രണ്ട് ആക്സിസ് ആവശ്യമാണ്. ത്രീ ഡയമെൻഷണൽ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ആക്സിസ് ആവശ്യമാണ്? ത്രീ ആക്സിസ് ആവശ്യമാണ്. ഇനി എന്താണ് ഡിസ്റ്റൻസ്? ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. ആകെ സഞ്ചരിച്ച ദൂരം, അതിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതൊരു സ്കാലർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് പൊസിഷൻ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ, ഒരു പ്രത്യേക ദിശയിലുള്ള സ്ഥാനമാറ്റം, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഫൈനലും ഇനീഷ്യലും പൊസിഷൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സഞ്ചരിച്ച പാത്തിനെ അത് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി എന്താണ് യൂണിഫോം മോഷൻ നോക്കാം. ഇഫ് an object covers equal distances in equal intervals of time. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഒരു ബോഡി കവർ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ്? യൂണിഫോം മോഷനിലാണ്. ഇനി സ്പീഡ് കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഡയമെൻഷണൽ ഫോർമുല LT⁻⁻1 ആണ്. ഇനി വാട്ട് ഈസ് വെലോസിറ്റി? ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി, അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. വെലോസിറ്റി കണ്ടെത്താനുള്ള ഫോർമുല ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്.
അതിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഡയമെൻഷൻ LT raised -1. What is acceleration? Time rate of change of velocity by time. യൂണിറ്റ് സമയത്തിൽ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച്, അതിനെയാണ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ആക്സലറേഷൻ കാണാനുള്ള ഫോർമുല വെലോസിറ്റി ബൈ ടൈം ആണ്. SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഡയമെൻഷൻ LT raised -2. Then what is acceleration due to gravity? Acceleration due to the attraction of Earth എല്ലാ വസ്തുക്കളെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തു അട്രാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിനൊരു ആക്സലറേഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ആക്സലറേഷൻ ഈസ് കോൾഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ വാല്യൂ G is equal to 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ സ്മോൾ g എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. What is retardation or deceleration? Negative of acceleration is called retardation. Acceleration, നമുക്ക് വാഹനങ്ങൾക്ക് ആക്സലറേറ്റർ ഉണ്ട്. ആക്സലറേറ്ററിൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ സ്പീഡ് കൂടുക ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ വാഹനം പോകുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ആക്സലറേഷൻ അല്ല സംഭവിക്കുന്നത്, ഡിസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ്. സോ നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. ഇനി എന്താണ് യൂണിഫോം സ്പീഡ്? ഇഫ് ഡിസ്റ്റൻസ് ചേഞ്ചസ് ഈക്വൽ എമൗണ്ട്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ എമൗണ്ട് ആണ് ഡിസ്റ്റൻസിൽ ചേഞ്ച് സംഭവിക്കുന്നതെങ്കിൽ അത് യൂണിഫോം സ്പീഡാണ്. യൂണിഫോം വെലോസിറ്റി എന്താ നോക്കാം. ഇഫ് ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ചസ് ഈക്വൽ എമൗണ്ട്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചേഞ്ച് സംഭവിക്കുന്നതെങ്കിൽ അതിനെ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നു. അടുത്തത് യൂണിഫോം ആക്സിലറേഷൻ. ഇഫ് വെലോസിറ്റി ചേഞ്ചസ് ഈക്വൽ എമൗണ്ട്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഇവിടെ എന്തിനാണ് ചേഞ്ച് സംഭവിക്കുന്നത്? വെലോസിറ്റിക്കാണ് ചേഞ്ച് സംഭവിക്കുന്നത് ഈക്വൽ എമൗണ്ട്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസിൽ. ഇനി ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഫോർമുല ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് ആക്സലറേഷൻ കാണാനുള്ള ഫോർമുല ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം. ഇനി എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് നോക്കുക. സ്പീഡ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ എന്താണോ സ്പീഡ് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ, വേഗത നമ്മൾ നോക്കുന്ന ആ മീറ്റർ, അതിലെ വേഗത എന്ന് പറയുന്നത് ആ സമയത്തുള്ള വേഗതയാണ്. അപ്പൊ അതിനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയാം. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിന് എക്സാമ്പിൾ ആണ് സ്പീഡ് ഓഫ് സ്പീഡോമീറ്റർ റീഡിംഗ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ, 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. V is equal to U plus AT, S is equal to UT plus half AT square, V square is equal to U square plus 2AS. മൂന്നെണ്ണമാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അതെങ്ങനെ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നു. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇവിടെ നമുക്ക് ആക്സലറേഷൻ A is equal to വെലോസിറ്റി, ഒരു ഇനീഷ്യൽ വെലോസിറ്റി യുവും ഫൈനൽ വെലോസിറ്റി V ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി പറഞ്ഞാൽ V minus U ബൈ ടൈം t. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? V minus U is equal to AT. ഇനി മൈനസ് യുനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് U ആയി. അപ്പൊ നമ്മൾ ഇക്വേഷൻ കിട്ടി V is equal to U plus AT. ഇതാണ് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുന്നത്. V ഫൈനൽ വെലോസിറ്റി, U ഇനീഷ്യൽ വെലോസിറ്റി, A ആക്സലറേഷൻ, അതുപോലെ തന്നെ T എന്ന് പറയുന്നത് ടൈം. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഫോർമുല ഇതാണ്. ആവറേജ് വെലോസിറ്റി ബൈ ടൈം. നേരത്തെ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. അതായത് S ഈസ് ഈക്വൽ ടു U plus V by 2 into T. ഇവിടെ രണ്ട് വെലോസിറ്റീസ് ഉണ്ട്. ഒന്ന് ഇനീഷ്യൽ വെലോസിറ്റി യുവും ഫൈനൽ വെലോസിറ്റി വിയും. അപ്പൊ അതിന്റെ ആവറേജ് പറഞ്ഞാൽ രണ്ടെണ്ണം കൂട്ടി 2 കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? U plus V by 2 into T കിട്ടി. ബട്ട് V is equal to U plus AT. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മുകളിലത്തെ ഇക്വേഷന് Vക്ക് പകരം എന്ത് കൊടുക്കുന്നു? U plus AT കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായി മാറും? S is equal to U plus Vക്ക് പകരം U plus AT by 2 into T. നമുക്കറിയാം U plus U എന്ന് പറഞ്ഞാൽ 2U ആണ്. ആ 2 എന്ന് പറയുന്നത് 2U നും 8ക്കും ബാധകമാണ്. സോ വി ക്യാൻ റൈറ്റ്
S is equal to 2u by 2 plus 8t by 2 into t. ഫസ്റ്റിലെ 2 ക്യാൻസൽ ചെയ്യും. ആ യുവിനെ ടി ആയിട്ട് നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നുണ്ട് ut കിട്ടി. അതുപോലെ തന്നെ സെക്കൻഡ് ടൈമിൽ 8t by 2 into t എന്ന് പറഞ്ഞാൽ 8t square by 2 ആണ്. അതിനെ ഹാഫ് 8t square എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? S is equal to ut plus half 8t square. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. S is equal to ut plus half 8t square. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ ആണ്. ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ അറിയാം, v is equal to u plus at. നമ്മൾ അതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ v square is equal to u square plus 2u into at plus a square t square. നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. അപ്പൊ v square is equal to u square plus ലാസ്റ്റിലെ രണ്ട് ടേമിൽ നിന്ന് 2a നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമുക്ക് ബ്രാക്കറ്റിൽ എന്ത് കിട്ടി? ut കിട്ടി. ആ ലാസ്റ്റ് ടേമിൽ 2 ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? 1/2 കൊടുത്തു ഇൻറ്റു 8t square. ആ ബ്രാക്കറ്റിലുള്ള ut plus half 8t square എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? s ആണ്. സോ വി ഗെറ്റ് v square is equal to u square plus 2as. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ.